ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടു ശീലിച്ച ഒരു നിറമുണ്ട്. രാജ്യത്തിൻ്റെ കിഴക്കോ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ ഏറ്റവും തെക്കോ ആയി എവിടെയെങ്കിലും ഒരു ചുവപ്പ് പൊട്ട് എക്കാലത്തും മായാതെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ആ ചുവപ്പ് നിറം രാജ്യത്തിൻ്റെ ഭരണ ഭൂപടത്തിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭരണമാറ്റത്തോടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അധികാരമില്ലാത്ത ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിനേക്കാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ ആശയധാരയുടെ, ഒരു വലിയ ചരിത്രത്തിൻ്റെ തന്നെ താൽക്കാലികമായെങ്കിലും ഉണ്ടായ അസ്തമയമായാണ് ഈ മാറ്റത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. കാർഷിക സമരങ്ങളിലൂടെയും തൊഴിലാളി മുന്നേറ്റങ്ങളിലൂടെയും വളർന്നു വന്ന് ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഭരണാധികാരത്തിൻ്റെ പടിപ്പുരയ്ക്ക് പുറത്തായത് എന്നത് ഏറെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിലൊന്ന് എന്ന ഖ്യാതിയുമായി 1957 കേരളത്തിലാണ് ഈ യാത്രയുടെ തുടക്കം. പിന്നീട് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ചുവപ്പ് കോട്ടകൾ പടുത്തുയർത്തിയ ഇടതുപക്ഷം 80കളിലും 90കളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ സ്വരമായി മാറി. ജ്യോതി ബസുവിൻ്റെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി 34 വർഷം നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം ജനാധിപത്യ ലോകത്ത് തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. 2004 ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സുവർണ കാലം എന്ന് പറയാം. 60ലധികം പാർലമെൻറ്റ് അംഗങ്ങളുമായി കേന്ദ്ര സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണച്ച അവർ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വനാവകാശ നിയമം തുടങ്ങിയ ചരിത്രപരമായ പല ജനകീയ നിയമങ്ങളും കൊണ്ടുവരുന്നതിൽ നിർണായകമായ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിച്ചു. ദില്ലിയിലെ അധികാര ഇടനാഴികളിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും ശബ്ദമായി മുഴങ്ങിയിരുന്ന ആ പ്രതാപകാലത്ത് നിന്നും ഇന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ പോലും ഭരണമില്ലാത്ത അവസ്ഥയിലേക്കുള്ള ഈ വീഴ്ച വളരെ പെട്ടെന്നുണ്ടായ ഒന്നല്ല. പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുടെ ഒരു വലിയ ആകത്തുകയാണ് ഈ പതനം. കമ്മ്യൂണിസ്റ്റ് കോട്ടകളുടെ തകർച്ച ആരംഭിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന പശ്ചിമ ബംഗാളിൽ നിന്നാണ്. 3.5 പതിറ്റാണ്ടോളം നീണ്ട ഭരണത്തിൽ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുകയും പ്രാദേശിക തലത്തിൽ പാർട്ടി നേതാക്കൾ തന്നെ അന്തിമ തീരുമാനമെടുക്കുന്ന അധികാര കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. ഗ്രാമീണ കർഷകരെയും തൊഴിലാളികളെയും അടിസ്ഥാനമാക്കി വളർന്ന പാർട്ടി പിന്നീട് വ്യവസായവൽക്കരണത്തിൻ്റെ പേരിൽ അതേ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ ജനരോഷമാണ് ഉയർന്നത്. സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും ഭൂമി ഏറ്റെടുക്കൽ വിവാദങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി വർഗ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അവിടെ ചുവപ്പുകോട്ട തകർത്തെറിഞ്ഞു. പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവിടെ ഇടതുപക്ഷം ദുർബലമാവുകയും നിലവിൽ നിയമസഭയിൽ ഒരേയൊരു പ്രതിനിധി മാത്രമുള്ള അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തുകയും ചെയ്തു. സമാനമായ രീതിയിലായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിലെയും പതനം. അഴിമതിരഹിതനായ മാണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 2 പതിറ്റാണ്ടിലേറെ അധികാരത്തിലിരുന്നിട്ടും സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലോ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലോ സർക്കാർ പരാജയപ്പെട്ടു. ഈ ഭരണ മുരടിപ്പിനെ ദേശീയതയുടെയും വികസനത്തിൻ്റെയും വാഗ്ദാനങ്ങൾ നൽകി നേരിട്ട BJP അവിടുത്തെ ഇടത് കോട്ടയും അതിവേഗം പിടിച്ചെടുത്തു. ബംഗാളും ത്രിപുരയും കൈവിട്ടു പോയപ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ അഭയ കേന്ദ്രമായി അവരുടെ ഏറ്റവും വലിയ അഭിമാനമായി നിലനിന്നിരുന്നത് കേരളമായിരുന്നു. സാമൂഹിക നീതി, പൊതുവിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ സംവിധാനം എന്നിവയിലൂന്നിയ കേരള മോഡൽ വികസനം ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ തലത്തിൽ തന്നെ അവർ തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തിയിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ആ അവസാന കോട്ടയും തകർന്നു വീണിരിക്കുന്നു. ഭരണ തുടർച്ചയുടെ ചരിത്രം സൃഷ്ടിച്ച് അധികാരത്തിലിരുന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധികളും ഭരണവിരുദ്ധ വികാരവും പുതിയ തലമുറയുടെ മാറിവരുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും കേരളത്തിലും അവർക്ക് തിരിച്ചടിയായി. സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ, വികസന പദ്ധതികളിലെ മുൻഗണനാ ശ്രമങ്ങൾ, തൊഴിലില്ലായ്മ, അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. വ്യവസായങ്ങൾക്കും സംരംഭങ്ങൾക്കും അനുകൂലമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ കാലങ്ങളായി തുടരുന്ന മെല്ലപ്പോക്ക് കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറാൻ പ്രേരിപ്പിച്ചു. പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഇത്തരം വീഴ്ചകൾ അവസാനത്തെ ഇടത് കോട്ടയുടെയും തകർച്ചയ്ക്ക് വഴിവെക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ ദേശീയ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാലത്തിനൊത്ത് മാറാൻ വിസമ്മതിച്ച അവരുടെ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യങ്ങളാണ്. ഇത് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. 21ാം നൂറ്റാണ്ടിലെ ആഗോളവൽക്കരണപ്പെട്ട സാമ്പത്തിക ക്രമത്തിൽ
പഴയ പുസ്തകങ്ങളിലെ സിദ്ധാന്തങ്ങൾ മാത്രം വെച്ച് ജനങ്ങളെ നയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വത്തിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ തൊഴിലാളി വർഗം പഴയ കാലത്തെ പോലെ ഫാക്ടറികളിൽ മാത്രം പണിയെടുക്കുന്നവരല്ല. IT മേഖലയിലുള്ളവരും ഗിഗ് എക്കോണമിയിലെ ഡെലിവറി തൊഴിലാളികളും ഉൾപ്പെടുന്ന പുതിയ തൊഴിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ പരമ്പരാഗത ട്രേഡ് യൂണിയൻ ശൈലികൾക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ യാഥാർത്ഥ്യമായ ജാതി വ്യവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു. വർഗസമരം എന്ന സിദ്ധാന്തത്തിൽ ഊന്നിയ അവർ ജാതിപരമായ വിവേചനങ്ങളെ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ല. ഇതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ മായാവതിയുടെയും അഖിലേഷ് യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും പോലെയുള്ള പ്രാദേശിക നേതാക്കളുടെ പിന്നിൽ അണിനിരുന്നു. അവിടെ ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയ ഇടം പോലും ലഭിക്കാതെ പോയി. കൂടാതെ സാംസ്കാരിക ദേശീയതയുടെയും കടുത്ത വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പര്യാപ്തമായ ഒരു വൈകാരിക ആഖ്യാനം സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. വിശ്വാസങ്ങളെയും മതാചാരങ്ങളെയും സംബന്ധിച്ച അവരുടെ നിലപാടുകൾ പലപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളിൽ നിന്നും അവരെ അകറ്റാൻ കാരണമായി. ദേശീയ സുരക്ഷ, സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ വലതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ച തീവ്രമായ വാദങ്ങൾക്ക് മറുപടി നൽകാൻ കാലഹരണപ്പെട്ട മുദ്രാവാക്യങ്ങൾ അപര്യാപ്തമായിരുന്നു. നേതൃനിരയിലെ തലമുറ മാറ്റത്തിൻ്റെ അഭാവവും ഒരു വലിയ പ്രശ്നമായിരുന്നു. യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ദശാബ്ദങ്ങളായി പാർട്ടി ഘടനയെ നിയന്ത്രിക്കുന്ന പ്രായമേറിയ നേതാക്കളുടെ കയ്യിൽ തന്നെ അധികാരം കേന്ദ്രീകരിച്ചു. ഇത് പാർട്ടിയുടെ ചിന്താശേഷിയെയും പ്രവർത്തന രീതിയെയും കാര്യമായി ബാധിച്ചു. ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാത്ത ഇന്ത്യ എന്ന അവസ്ഥ കേവലം അവരുടെ പാർട്ടി അനുഭാവികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഇത് വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഒരു ഭരണശക്തി എന്ന നിലയിൽ ഇടതുപക്ഷം എക്കാലത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനും സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കും തൊഴിലാളി അവകാശങ്ങൾക്കും വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യവും കച്ചവടവൽക്കരിക്കുന്നതിനെതിരെ നിയമസഭകളിലും പാർലമെന്റിലും അവർ ഉയർത്തിയിരുന്ന ശബ്ദം വളരെ വലുതായിരുന്നു. അധികാരത്തിൻ്റെ പിന്തുണയില്ലാതെ വരുമ്പോൾ നയരൂപീകരണങ്ങളിൽ ഇടപെടാനുള്ള അവരുടെ ശേഷി ഗണ്യമായി കുറയും. ഇത് രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണ തൊഴിലാളികളുടെയും ശബ്ദം ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ കേൾക്കാതിരിക്കാനും കാരണമായേക്കാം. ഇന്ത്യയെ പോലെയുള്ള അസമത്വങ്ങൾ നിറഞ്ഞ ഒരു വലിയ രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി സംസാരിക്കാൻ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഭാവം വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിക്കുക. അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പുറത്താകൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പൂർണ്ണമായ അന്ത്യമാണെന്ന് കരുതാനാകില്ല. അധികാരമില്ലെങ്കിലും രാജ്യത്തെ കർഷക സമരങ്ങളിലും പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലും സർവകലാശാലകളിലെ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിലും ഇടതുപക്ഷ സംഘടനകളുടെ സാന്നിധ്യം ഇന്നും സജീവമാണ്. തെരുവുകളിലെ സമരങ്ങളിലും ബൗദ്ധിക സംവാദങ്ങളിലും അവർക്കിപ്പോഴും വലിയൊരു ഇടമുണ്ട്. എന്നാൽ ഈ സമരവീര്യം വോട്ടാക്കി മാറ്റാനും ഭരണാധികാരത്തിലേക്ക് തിരിച്ചെത്താനും അവർക്ക് തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. തെറ്റുകൾ തിരുത്താനും പുതിയ കാലത്തെ വോട്ടർമാരുടെ സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കാനും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ നയങ്ങളെ നവീകരിക്കാനും അവർ തയ്യാറാകണം. ഒരു കാലത്ത് ഇന്ത്യൻ ദരിദ്രരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ഒരു പ്രസ്ഥാനം 5 പതിറ്റാണ്ടിന് ശേഷം പൂർണ്ണമായും അധികാരത്തിന് പുറത്തിരിക്കുമ്പോൾ അത് നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്. കാലം മാറുന്നതിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത ഏത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ജനാധിപത്യത്തിൽ തള്ളപ്പെടും. കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാത്ത ഈ പുതിയ ഇന്ത്യൻ യാഥാർത്ഥ്യം ഇടതുപക്ഷത്തിന് ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. ഒപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പുതിയ അധികാര സമവാക്യത്തിൻ്റെ തുടക്കവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.